ഒരൊറ്റ പാപത്തെക്കുറിച്ച് മാത്രം ഒന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കുഞ്ഞു പാപമാണ്. 10 കൽപ്പനകളൊന്നും ഞാൻ വിശദീകരിച്ചു തരുന്നില്ല. നിങ്ങളെല്ലാം കേട്ട് പരീക്ഷയ്ക്കൊക്കെ അത് എഴുതി തോറ്റൊക്കെ പോയിട്ടുള്ളവരാണ്. പരീക്ഷ എന്ന് വെച്ചാൽ വേദപാഠ പരീക്ഷയ്ക്കല്ല. നമ്മളെല്ലാവരും പരാജയപ്പെട്ടു പോകാറുണ്ട് പാപത്തിന്റെ മേഖലയിൽ. ഒറ്റ പാപത്തെ മാത്രം അച്ഛന്ന് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കണം. അതിലൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ കുറേ കാര്യങ്ങളിൽ നമുക്കൊരു വിടുതൽ ലഭിക്കും, ഒരു അധികാരം തിരിച്ചു കിട്ടും. ഈശോയോട് പറയാൻ, ധൈര്യത്തോടെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ഒരു കൃപ നമുക്ക് ലഭിക്കും. അതിനുള്ളൊരു ഒരു ഒരു കുഞ്ഞു കാര്യം എന്ന് വെച്ചാൽ, ഒത്തിരി പാപങ്ങൾ, മാരക പാപങ്ങൾ, അങ്ങനെയുള്ള ഡിവിഷൻസ് ഒന്നും എടുത്ത് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാനൊന്നും പോകുന്നില്ല. ഈ ഉത്തമഗീതം 2-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങളുടെ മുന്തിരിത്തോട്ടം നശിപ്പിച്ച് കളയുന്ന ചെറു കുറുക്കന്മാരെ സൂക്ഷിച്ചുകൊള്ളു. ബൈബിളിൽ അങ്ങനെ കുറുക്കനെ കുറിച്ചൊക്കെ ഉണ്ട്, നിങ്ങൾ വായിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ. നിങ്ങളുടെ മുന്തിരിത്തോട്ടം നശിപ്പിച്ച് കളയുന്ന ചെറു കുറുക്കന്മാരെ സൂക്ഷിച്ചുകൊള്ളു. നമ്മൾ കുമ്പസാരത്തെക്കുറിച്ചൊക്കെ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ കുമ്പസാരത്തെക്കുറിച്ചൊക്കെ ആളുകളോട് പറയുമ്പോൾ അവർ പറയും, ഞാനങ്ങനെ വലിയ പാപമൊന്നും ചെയ്തിട്ടില്ല. നിങ്ങളുടെ വീട്ടിലില്ലേ അങ്ങനത്തെ ഒരാളില്ലേ? പാപമൊന്നും ചെയ്യാത്ത ഒരാളുണ്ടല്ലോ. കുമ്പസാരമൊന്നും നമുക്ക് ആവശ്യമില്ല. ഞങ്ങൾ ഈശോയോട് നേരിട്ട് സംസാരിക്കുന്ന ഒരു പുഴുങ്ങിയ ക്രിസ്ത്യാനി എല്ലാ വീട്ടിലും കാണും. അവരുടെ അഡ്രസ്സ് എനിക്കൊന്ന് തരണം കേട്ടോ. ഈശോയോട് നേരിട്ട് സംസാരിക്കുന്ന കുറേ എല്ലാ ഇടവകയിലും കാണും, ഇവിടെയും കാണും. ഒരു പലവക തരണം. ഇനി ഈശോയെ കാണാണ്ടെങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ ഇവരോട് അന്വേഷിച്ചാൽ മതി, വെറുതെ നമ്മൾ സമയം കളയേണ്ട കാര്യം. ഇതിങ്ങനെ ഈശോയോട് നേരിട്ട് സംസാരിക്കും. കുമ്പസാരമില്ല, കൂതാശയില്ല, പള്ളി ഇന്ന് അതിൻ്റെ ആവശ്യമില്ല. ഞങ്ങൾ നേരിട്ട് വയ്യ റിലേഷൻഷിപ്പാണ്. അങ്ങനെയുള്ള വലിയ മഹാവിശുദ്ധരുണ്ട്. നമ്മുടെ സഭയുടെ അഭിമാനമാണ് അവരൊക്കെ. അപ്പം അവരവിടെ മാറ്റി നിൽക്കട്ടെ, അവരവിടെ പുഴുങ്ങി നിൽക്കട്ടെ. നമുക്ക് കർത്താവ് മഹത്വം തിരിച്ചു തരേണ്ടതുണ്ട്. കുമ്പസാരിക്കാനൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു തോന്നൽ വരും, ഞാനങ്ങനെ വലിയ മാരക പാപങ്ങളും ചെയ്തിട്ടില്ല, ആരെയും കൊല്ലാനും കൊലപാതകത്തിനൊന്നും ഞാൻ പോയിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, വലിയ പാപങ്ങൾ വലുത് തന്നെയാണ്. പക്ഷെ മഹത്വം കളയുന്നത് കുഞ്ഞു പാപങ്ങളാണ്, നമ്മൾ ശ്രദ്ധിക്കാത്ത കുഞ്ഞു പാപങ്ങൾ. ഉത്തമഗീതം അതുകൊണ്ട് അങ്ങനെ പറയാ, നിങ്ങളുടെ മുന്തിരിത്തോട്ടം നശിപ്പിക്കുന്ന ചെറു കുറുക്കന്മാരെ സൂക്ഷിച്ചുകൊള്ളുക. നമ്മുടെ അഗസ്തീനോസ് പുണ്യാളൻ നമ്മുടെ കാറ്റഗിസത്തിൽ ഇങ്ങനെ നമ്മൾ കാണും. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ മാരകപാപം, ലഘുപാപം ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന സമയത്ത് അഗസ്തീനോസ് പുണ്യാളൻ പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. ഒരു കുഞ്ഞു പാപം ഒരു അരിമണിയാണ്. ശ്രദ്ധിച്ചിരിക്കണേ, ഒരു കുഞ്ഞു പാപം ഒരു അരിമണിയാണ്. ഒരരിമണി ഇപ്പോ ഈ സ്റ്റേജിൽ കടന്നാൽ, ഈ സ്ഥലത്ത് കടന്നാൽ നമ്മൾ ശ്രദ്ധിക്കില്ല. അതുപോലെയാണ് കുഞ്ഞു പാപങ്ങൾ, ചെറു കുറുക്കന്മാർ. നമ്മൾ വിചാരിക്കുമോ ഇത് ഞാനൊന്ന് നുണ പറഞ്ഞല്ലേ ഉള്ളൂ, ഞാനൊന്ന് നോക്കിയതല്ലേ ഉള്ളൂ, എൻ്റെ ഉള്ളിലൊരു ദേഷ്യം വന്നതല്ലേ ഉള്ളൂ, ഇതത്ര വലിയ സീരിയസ് ആണോ? ഞാൻ വ്യഭിചാരം ചെയ്തിട്ടില്ല, കൊലപാതകം ചെയ്തിട്ടില്ല, മാരകപാപങ്ങൾ ഞാൻ ചെയ്തിട്ടില്ല, ആരും ഉപദ്രവിക്കാൻ പോയിട്ടില്ല. അഗസ്തീനോസ് പുണ്യാളൻ പറയാണ്, ഈ വലിയ കാര്യം നോക്കരുത്, ഈ കുഞ്ഞു കാര്യം ശ്രദ്ധിക്കണം. ലഘു പാപങ്ങളെ, നിസാരമെന്ന് നീ കരുതുന്ന ഈ പാപങ്ങളാണ് നിന്നെ വീഴ്ത്തി നിന്റെ മഹത്വം എടുത്തു കളയുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. അമ്മേ പറഞ്ഞ പോലെ അച്ഛൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു അരിമണി ഉണ്ടെങ്കിൽ നിങ്ങളിത് കാണുമോ? ഇല്ലാന്ന് പറ. എന്നാണ് വെച്ചാൽ ഇല്ലാന്നെങ്കിലും പറഞ്ഞു. ഒരു കുഞ്ഞ് അരിമണി നിങ്ങളത് കാണാൻ പോണില്ല. ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നതേ നോക്ക് എന്നൊക്കെ പറഞ്ഞാലേ ചിലപ്പോൾ അരിമണി കാണത്തും. ഈ അരിമണി ഇന്നൊരെണ്ണം, നാളെ ഒരെണ്ണം, മറ്റന്നാൾ ഒരെണ്ണം, ഒരു മാസം ഒരു 30-31 അരിമണി ആകുമ്പോഴത്തേനും ചിലപ്പം നിങ്ങൾക്ക് പിടികിട്ടും അച്ഛൻ്റെ കയ്യിൽ ഒരു പിടി അരി ഉണ്ടെന്ന്. കുറേ നാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അച്ഛൻ്റെ മുമ്പിൽ, അച്ഛന് മുമ്പോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ ഒരു ചാക്ക് അരി. ഉദാഹരണം പിടികിട്ടുന്നുണ്ടോ? ഉദാഹരണം പിടികിട്ടുന്നില്ലെങ്കിൽ അരിച്ചാക്ക് നിങ്ങളുടെ മുമ്പിലാന്ന് വിചാരിച്ചാൽ മതി. നിസ്സാരമെന്ന് നമ്മൾ കരുതുകയാണ്, ഒരു കുഞ്ഞരിമണി, അതിപ്പോൾ എന്നാ പ്രശ്നം? പക്ഷെ ആ അരിമണി കൂടി 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 ഒരു ചാക്ക് അരിയായിട്ട് മാറുന്നു. ലഘുപാപങ്ങളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ മാരകപാപം നമ്മളെ പെട്ടെന്ന് പിടികൂടും. ഈ ലഘുപാപം മഹത്വം കളയും. മാരകപാപം കളയുമെന്നല്ല, ഈ ലഘുപാപത്തെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് കൂടിക്കൂടി വന്ന് നിന്റെ മേൽ കർത്താവ് തന്ന അനുഗ്രഹം, മഹത്വം, നിന്റെ മേൽ കർത്താവ് സ്ഥാപിച്ചു തന്ന അധികാരമെല്ലാം നഷ്ടപ്പെടും. പിന്നെ വഴിയെ പോകുന്നതെല്ലാം നമ്മളെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. വഴിയെ പോകുന്ന പിശാചെല്ലാം നമ്മുടെ വീട്ടിൽ കയറാൻ തുടങ്ങും. വഴിയെ പോകുന്ന ബുദ്ധിമുട്ടുകളെല്ലാം നമ്മുടെ ഉറക്കം കളയാൻ തുടങ്ങും. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മളിന്ന് ഈ രാത്രിയിൽ പറഞ്ഞ പോലെ ഒറ്റ പാപത്തെ ഫോക്കസ് ചെയ്യാണ്. ഒരു അരിമണി മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് തരികയാണ്. ചാക്കായിട്ട് മാറരുത്, ശ്രദ്ധിച്ചേക്കണം. അതിനത് കൂടിക്കൂടി വന്നാൽ വലിയ പാപങ്ങളിലേക്ക് നമ്മളെ നയിക്കും, മഹത്വം നഷ്ടപ്പെടും. ആ പാപം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ മലയാളികളോട് ചോദിച്ചാൽ ഇതുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയുന്ന 2 പാപങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ഇതുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയുന്ന 2 പാപങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? നിങ്ങൾ ആലോചിച്ച് വഷളാക്കണ്ട, ഞാൻ നിങ്ങളെ വിധിക്കുന്നില്ല, നിങ്ങൾ എന്നെ വിധിക്കരുത്. നിങ്ങൾ 2 സ്പീക്കറിൽ കൂടെ കേട്ടാൽ ഞാൻ 4 സ്പീക്കറിൽ കൂടി ഇത് കേൾക്കുന്നുണ്ട്. ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയുന്ന 2 പാപങ്ങൾ മെയിനായിട്ട് നമുക്കുണ്ട്. 2 ആയിൽ തുടങ്ങാണ്. 1 അസൂയ, 2 അഹങ്കാരം. ഇത് നിങ്ങൾക്കുണ്ടോ?
ഇല്ല എന്ന് പറ, എന്നാലേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങളൊരു സഹകരണം ഇല്ല കേട്ടോ, നിങ്ങൾ എന്നെ സഹകരിക്കുന്നില്ല. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. സന്തോഷം പറഞ്ഞേ ഹല്ലേലൂയാ. അടുത്തിരിക്കുന്നവരോട് ചോദിച്ചാ അസൂയ ഉണ്ടോന്ന് ചോദിച്ചേ. എന്നാ പറയുന്നോ അസൂയ എന്നൊക്കെ കേൾക്കുമ്പോൾ ഇത്രയും സന്തോഷിക്കുന്ന ഒരു ഗ്രൂപ്പിനെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. എനിക്ക് നിങ്ങളോട് അസൂയ തോന്നുന്നു. ഞാൻ അവരോട് ഇച്ചിരി സീരിയസ് ആയിട്ട് ചോദിച്ചു, അഹങ്കാരം ഉണ്ടോന്ന് ചോദിച്ചു. എന്നോടാ. നമുക്ക് ചിലപ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു അരിമണിയാണ് ഇത് രണ്ടെണ്ണം, ഈ അഹങ്കാരം അസൂയ. രണ്ടെണ്ണത്തെ കുറിച്ച് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നില്ല. ഒറ്റ മതി. ഏത് വേണം? അസൂയ. കാരണം ഈ അസൂയ അഹങ്കാരത്തിലേക്ക് എത്തിക്കും. അവരൊറ്റ കാര്യത്തെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു കഥാപാത്രത്തെ ഞാൻ ബൈബിളിൽ നിന്ന് അവതരിപ്പിക്കുന്ന പുതിയൊരു അറിവൊന്നും തരാൻ പോകുന്നതല്ല. പക്ഷെ ഞാനിത് വായിച്ചു നോക്കിയപ്പോൾ പല ആംഗിളുകളിൽ നമുക്ക് ഈ വചനഭാഗം വായിക്കാം. ഈ ഒരു പാപത്തിന്റെ മേഖലയിൽ നമ്മുടെ ഈ മഹത്വം കളയുന്ന, ദൈവം തന്ന മഹത്വം നഷ്ടപ്പെടുത്തി കളയുമ്പോൾ ദൈവം തന്ന കൃപയെ നിഷ്ഫലമാക്കി തീർക്കുന്ന ഒരു വല്ലാത്ത അപകടം പിടിച്ച അരിമണിയാണ് ഈ അസൂയ. പറഞ്ഞേ ഹല്ലേലൂയാ. ഈ നമ്മളിപ്പോ പൗലോസ്ലീഹയെ കുറിച്ചാണ് പറഞ്ഞത്. പൗലോസ്ലീഹയ്ക്ക് മറ്റൊരു പേരുണ്ടായിരുന്നു. എന്താ പേര്? സൗൾ. ഇതേ പേര് പഴയ നിയമത്തിൽ ആർക്കെങ്കിലും ഉണ്ടോ? ആരാ? രാജാവായ സൗൾ. ആര് രാജാവാക്കി? ആരാക്കി? ദൈവം അല്ലേ? സർവശക്തനായ ദൈവം തന്റെ അധികാരം മുഴുവനും കൂടെ ആർക്ക് കൊടുത്തു? സൗളിന് കൊടുത്തു. ഇസ്രായേൽക്കാർ പ്രാർത്ഥിച്ചിരുന്നു, ഞങ്ങൾക്ക് ഒരു രാജാവിനെ വേണം. നേതാവായ സാമൂല് പറഞ്ഞു, നമുക്കൊരു രാജാവുണ്ട്. ആര്? ദൈവം. ആ ദൈവം കൊടുത്തൊരു രാജാവാണ്. ദൈവത്തിന്റെ അധികാരം, ഇസ്രായേലിന്റെ മേലുള്ള ദൈവത്തിന്റെ അധികാരം സാവൂളിനെ ഏൽപ്പിച്ചു. എന്ന് വെച്ചാൽ അത്ര മഹത്വം കൊടുത്തുകൊണ്ടാണ് സാവൂളിനെ രാജാവാക്കിയത്. പറഞ്ഞേ ഹല്ലേലൂയാ. ഇങ്ങേർക്ക് ആരോടെങ്കിലും അസൂയ തോന്നിയിട്ടുണ്ടോ? നിങ്ങൾക്ക് അറിയാം. പെട്ടെന്ന് ഉത്തരം പറഞ്ഞു. ഇങ്ങനെ ആരോടെങ്കിലും അസൂയ തോന്നിയിട്ടുണ്ടോ? അയാൾക്ക് ദാവീദിനോട് അസൂയ തോന്നി. രാജാവായ സാവൂളിന് ആട്ടിടയനായ ദാവീദിനോട് അസൂയ തോന്നി. അതിനാസ്പദമായ സംഭവമൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇസ്രായേൽക്കാരെ ഫിലിസ്തീൻ വെല്ലുവിളിക്കുന്നു. അപ്പൊ വലിയൊരു മല്ലന്റെ പേരെന്താണ്? ഇന്നാളെ ഒരു ക്ലാസ് എടുത്തപ്പോൾ ഒരു കൊച്ചി ജോൺ സീന എന്ന് പറഞ്ഞു. ആ മല്ലനല്ല ഇത്, ഗോലിയാത്ത് അല്ലേ? ഗൊലയാത്ത്, വലിയൊരു മല്ലൻ. അവനെ വെല്ലുവിളിക്കുന്നു, അവൻ തിരിച്ചു വെല്ലുവിളിക്കുന്നു. പിന്നെ ദാവീദ് കല്ലെടുത്ത് എറിഞ്ഞ് അവനെ വീഴ്ത്തുന്നു. ഇസ്രായേൽക്കാർ വിജയം പ്രാപിക്കും. സാമുവേൽ പ്രവാചകൻ 1-ാമത് പുസ്തകത്തില് അതിന്റെ 18-ാമത്തെ അധ്യായത്തിൽ വലിയ വാദ്യഘോഷങ്ങളോടെ ഇസ്രായേലിലേക്ക് വിജയം നേടിയ രാജാവിനെ ജനങ്ങൾ മുഴുവൻ സ്വീകരിക്കുന്നുണ്ട്. അവർ പാടിയൊരു പാട്ടിനെ കുറിച്ചൊക്കെ നമ്മളിങ്ങനെ വായിക്കും. സാവൂൾ 1000 കൊന്നു, ദാവീദ് 10,000. പാട്ട് നിങ്ങൾക്ക് അറിയാലോ, അത് ഇച്ചിരി പൊലിപ്പിച്ചല്ലേ നമ്മളെപ്പോഴും പാടുള്ളൂ അല്ലേ? അത് ആത്മീയ ഗാനങ്ങളാണേലും അല്ലെങ്കിലും നമ്മൾ ഇച്ചിരി പൊലിപ്പിച്ചേ പാടുള്ളൂ. തീ പോലെ ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ തന്നെ അല്ലേ ഇരിക്കുന്നേ? അല്ലേ? പാട്ടുകളിൽ നമ്മൾ ചിലപ്പോൾ ഒരു ഇച്ചിരി പാടും അല്ലെ? വലിയ മാനസ മൈനെ വരൂ എന്നൊക്കെ പറഞ്ഞിട്ട് അതെന്ത് മൈനയാന്ന് നിങ്ങൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഇല്ല. എത്ര കാലം മുമ്പ് ഇറങ്ങിയ പാട്ടാണേലും നമ്മൾ ആ മൈന ഏതാണ്, മാനസ മൈന എന്ന് നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ ഈ പാട്ടില് ഒരല്പം ഭംഗി കൂട്ടി പാട്ട് പാടും. ഈ പാട്ട് സാവൂളും കേട്ടു. സാവൂൾ 1000 കൊന്നു, ദാവീദ് 10,000. പറഞ്ഞേ ഹല്ലേലൂയാ. അവൻ അസൂയ തോന്നി നല്ല ബൈബിളിൽ പറയുക. അവൻ അസൂയ തോന്നി നല്ല പറയുക. വചനഭാഗം ഒന്ന് എടുക്കാം. 1 സാമുവേൽ 18-ാമത്തെ അധ്യായം, 1 സാമുവേൽ ചാപ്റ്റർ 18 എടുത്ത് വചനഭാഗം ഒന്ന് എടുക്കുക. അതിന്റെ ടൈറ്റിൽ തന്നെ ഇങ്ങനെയാണ്, സാവൂളിന്റെ അസൂയ. നിങ്ങളിത് കണക്ട് ചെയ്ത് പോകണം. ദൈവം മനുഷ്യനെ മഹത്വത്തോടെ സൃഷ്ടിച്ചു. നല്ലൊരു ഉദാഹരണമാണ്. സാവൂൾ മഹത്വവും അധികാരവും കൊടുത്ത് ഇസ്രായേലിന്റെ മേൽ രാജാവാക്കി. അവന്റെ മേലേക്ക് കൃപ ചൊരിഞ്ഞു. പക്ഷെ അവന്റെ കൃപയെ നഷ്ടപ്പെടുത്തി കളഞ്ഞ ഒരു അരിമണിയാണ് അസൂയ. അവന് മഹത്വം നഷ്ടപ്പെട്ടു, ആധിപത്യവും അധികാരവും നഷ്ടപ്പെട്ടു. ദൈവം കൊടുത്തതെല്ലാം അവന്റെ കയ്യിൽ നിന്ന് പോയി. അവൻ എല്ലാത്തിനെയും ഭയപ്പെടാൻ തുടങ്ങി. ഇത് നമ്മുടെ മുമ്പിൽ ഒരു വലിയ സൂചന, ഒരു വാണിംഗ് ആണ്. അപ്പൊ സാവൂളിന് അസൂയ തുടങ്ങിയത് എങ്ങനെയാണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. 1 സാമുവേൽ 18-ാമത്തെ അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. അവർ സന്തോഷം കൊണ്ട് മതിമറന്ന് പാടി, സാവൂൾ 1000 കൊന്നു, ദാവീദ് 10,000. പ്രിയപ്പെട്ട സ്വരങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചേ. നിർത്തി വായിക്കണം. അതിൻ്റെ ഇടയ്ക്ക് നിർത്തിയാലേ പരിശുദ്ധാത്മാവ് പറഞ്ഞിരുന്ന കാര്യങ്ങൾ പിടികിട്ടത്തുള്ളൂ. നിങ്ങൾ വായിക്കുമ്പോൾ പോലും വ്യാഖ്യാനങ്ങൾ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ പരിശുദ്ധാത്മാവിന്റെ അടുത്തിരുന്ന് ഇത് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. സാവൂൾ 1000 കൊന്നു, ദാവീദ് 10,000. നിങ്ങളൊന്ന് ചിന്തിച്ചേ, അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നോ? അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ടോ? സാവൂൾ 1000 കൊന്നോ? നിങ്ങൾ ഇല്ല ഉണ്ടെന്ന് പറയില്ല. കോട്ടയത്ത് എസ് എന്നുള്ളതിന് ഇങ്ങനെയാണ് തലയാട്ടം, ഇല്ല എന്നുള്ളതിന് ഇങ്ങനെയാണ്. എന്തേലും കാണിക്കും. ഈ സ്ഥിരം ഇങ്ങനെ ആൾക്കാരെ കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ടേ ഈ മനുഷ്യർ എന്നെ എക്സ്പ്രഷൻ ഇടുന്നതെന്ന് എനിക്കിപ്പോൾ പിടികിട്ടുന്നില്ല. നമ്മളെല്ലാം നന്നായിട്ട് അഭിനയിക്കാൻ പഠിച്ചു. ഈ സംഭവം അവിടെ നടന്നതാണോ? സാവൂൾ 1000 കൊന്നോ, ദാവീദ് 10,000 കൊന്നോ? ചേച്ചിമാര് പാടിയതാണ്, കൊയറ് നന്നായിട്ട് അങ്ങ് പാടി. ഇല്ലാത്തൊരു സംഭവം
ഇത് കേട്ട് ഇയാളുടെ ഉള്ളിൽ ഒരു അസ്വസ്ഥത തോന്നുകയാണ്. അടുത്ത വചനം എങ്ങനെയാണ്? ഇത് സാവൂളിന് ഇഷ്ടപ്പെട്ടില്ല. നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണതേ. സാവൂളിന് അസൂയ തോന്നി നല്ല വചനം പറയുക. സാവൂളിന് ഇത് ഇഷ്ടപ്പെട്ടില്ല. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങളുടെ ഉള്ളിൽ അസൂയ ഉണ്ടോന്ന് ഇപ്പൊ പരിശോധിക്കാൻ പറ്റും. എങ്ങനെയാണെന്നറിയോ? നിങ്ങളുടെ കൂടെയുള്ള ഒരാൾ, നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നതായിരിക്കാം, നിങ്ങളുടെ കൂടെ പഠിക്കുന്നവരായിരിക്കാം, നിങ്ങളുടെ അയൽപ്പക്കത്തുള്ളവരായിരിക്കാം, നിങ്ങളുടെ കൂടെ ഒരു വീട്ടിൽ താമസിക്കുന്നവരായിരിക്കാം, സഹോദരങ്ങൾ തന്നെയായിരിക്കും. പ്രിയപ്പെട്ട ഒരാളെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ഒരാളെ കുറിച്ച് ആരെങ്കിലും ഒക്കെ നല്ലത് പറയുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ എന്ത് തോന്നുന്നു? ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾ ഹല്ലേലൂയ പറയുമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ നിങ്ങളെ വിധിക്കുന്നില്ല, നിങ്ങൾ എന്നെ വിധിക്കരുത്. എന്നെ തോന്നുന്നു. ഇപ്പം ഇതേ ആൾത്താരയിൽ ഇതൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചു, നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചു. ഒരു സിസ്റ്റർ ഇതെല്ലാം ചെയ്തു. ആരാ ചെയ്തത് എനിക്കറിയില്ല കേട്ടോ. ഒരു എക്സാമ്പിൾ പറയാണ്. ഒരു സിസ്റ്റർ ഇത് ചെയ്തു. അപ്പോൾ അച്ഛനോട് പറയാണ്, ഇത് വെച്ച സിസ്റ്റർ നന്നായിട്ട് ചെയ്തു. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്നാ തോന്നണം? അസൂയ. നിങ്ങളുടെ ഉള്ളിൽ അസൂയ ഉണ്ടോന്ന് അറിയുന്നത് ഒരാളെ കുറിച്ച് നല്ലത് കേൾക്കുന്ന സമയത്ത് ഒരു ഇഷ്ടക്കേട് തോന്നുന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടഡ്. അസൂയയുടെ ആദ്യത്തെ പടി മറ്റൊരാളുടെ നന്മയിലുള്ള നമ്മുടെ സങ്കടം. പറഞ്ഞേ ഹല്ലേലൂയ. നമുക്ക് ഈ കൺവെൻഷൻ ഇപ്പോൾ എത്രയോ വലിയ അനുഗ്രഹമായിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. വലിയച്ഛനും കൊച്ചച്ഛനും കൺവീനേഴ്സും എല്ലാവരും ഇങ്ങനെ ഓടി നടന്ന് ചെയ്യാണ്. എത്രയോ നാളുകളായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ചിലപ്പം നിങ്ങൾ വിചാരിക്കും നിങ്ങൾ വന്ന് ധ്യാനം കൂടിയോണ്ടല്ലേ, ഇവർ ഒരുക്കിയതുകൊണ്ടാണോ? നിങ്ങൾ വന്നില്ലെങ്കിൽ കൺവെൻഷൻ എങ്ങനെ നടക്കും? അപ്പൊ അച്ഛൻ അവരെക്കുറിച്ച് നല്ലത് പറയാണ്. നിങ്ങളുടെ ഉള്ളിൽ അപ്പൊ എന്ത് തോന്നണം? സന്തോഷം തോന്നണം. ഞങ്ങളുടെ ഇടവക, ഞങ്ങളുടെ കൺവെൻഷൻ, ഞങ്ങളുടെ കൂട്ടായ്മ, ഞങ്ങളുടെ ജൂബിലി, ഞങ്ങൾ ഇത് ഈശോയുടെ അനുഗ്രഹത്തോടെ കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി ചെയ്തു. ഉള്ളിൽ സന്തോഷം തോന്നിയാൽ നിങ്ങളുടെ ഉള്ളിൽ അസൂയില്ല. പക്ഷേ മറ്റൊരാളെ കുറിച്ച് നല്ലത് കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ ഒരു ഇഷ്ടക്കേട് തോന്നിയാൽ ഉറപ്പാണ് അസൂയ തുടങ്ങി. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ എന്നാ പറ്റുന്നതെന്ന് പറയും? ആദ്യത്തെ അബദ്ധം, ഈശോ നമ്മളോട് ഇത് ഒന്ന് ബോധ്യം നിങ്ങളുടെ ഉള്ളിലോട്ട് കയറണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നിനക്ക് തന്ന 1000 10,000 കൃപ നഷ്ടപ്പെടും. ശ്രദ്ധിച്ചത് മനസ്സിലാക്കണേ. മറ്റൊരാളോട് അസൂയ തോന്നിയാൽ, അയാളുടെ നന്മയിൽ ഇഷ്ടക്കേട് തോന്നിയാൽ സംഭവിക്കാൻ പോകുന്ന ആദ്യത്തെ അപകടം, നിനക്ക് കിട്ടിയ 1000 10,000 പറ്റാതെ നീ കഷ്ടപ്പെടും. ഈശോ നല്ലൊരു ജീവിതം നമുക്ക് തന്നിട്ടുണ്ട്, കഴിവുകൾ തന്നിട്ടുണ്ട്, സമയം നമ്മുടെ മുമ്പിൽ തന്നിട്ടുണ്ട്, അധ്വാനിക്കാൻ ആരോഗ്യം തന്നിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അവൻ വളരുന്നു, അവൾ വളരുന്നു, അയ്യോ അയ്യോ എന്ന് നോക്കിക്കൊണ്ടിരുന്നാൽ നിനക്ക് കിട്ടിയ 1000 10,000 കൃപ നിഷ്ഫലമായി പോകും. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കാര്യം പിടികിട്ടുന്നുണ്ടോ? ഇഷ്ടക്കേട് ഇഷ്ടക്കേട് ഇഷ്ടക്കേട്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ പല ദേശങ്ങളിൽ കല്യാണം കഴിച്ചൊക്കെ പോയിട്ടുണ്ട്. അതുകൊണ്ട് എക്സാമ്പിൾ പറയുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. പണ്ടൊരു എക്സാമ്പിൾ പറഞ്ഞിട്ട് എന്നെ പുറത്തൊരു രാജ്യത്തുനിന്ന് അച്ഛനാ പറഞ്ഞ ആൾ ഞാനാ ഓർക്കുന്നുണ്ടോ? എൻ്റെ കൂടെ പഠിച്ചവരാൾ. ഞാനൊരു കുറ്റം പറഞ്ഞാണ് ആൾക്കാരിൽ നിന്നുകൊണ്ട്. കുറ്റം പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ഉദാഹരണം പറഞ്ഞപ്പോൾ ഒരു കുറ്റമായിട്ട് പോയി. കൃത്യമായിട്ട് ആളവിടെ ഉണ്ടാകും ധ്യാനം കൂടാൻ വേണ്ടിയിട്ട്. എന്നാലും ഇങ്ങനെ പറയണമായിരുന്നോ? ഞാൻ പറഞ്ഞു, പൊന്നു കൂട്ടുകാരി, ഞാൻ പേര് പറഞ്ഞില്ലല്ലോ, എൻ്റെ കൂടെ പഠിച്ച ഒരാളെന്നല്ലേ പറഞ്ഞു. അതുകൊണ്ട് ഉദാഹരണം പറയുമ്പോൾ ചിലപ്പോൾ പേടി തന്നെ. ഒരു കുഞ്ഞുദാഹരണം പറയാം. നന്നായിട്ട് ഉഴപ്പി നടന്നൊരു കുഞ്ഞ്, ഞാനല്ല കേട്ടോ, ഞാൻ ഉഴപ്പി നടന്ന് നിങ്ങൾ അറിയില്ലല്ലോ. നന്നായിട്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഉഴപ്പ് കാണും, പഠിക്കാൻ പറ്റില്ല. നന്നായിട്ട് ഉഴപ്പി ക്ലാസ്സിൽ 14 കുട്ടികൾ 14ാമത്തെ റാങ്ക് മേടിക്കുന്നുണ്ട് എല്ലാ തവണയും. ആ കൊച്ചിനോട് ടീച്ചർ വഴക്ക് പറയണുണ്ട്, തല്ലു കൊടുക്കണുണ്ട്, പണിഷ്മെന്റ് കൊടുക്കുന്നുണ്ട്, വീട്ടിൽ നിന്ന് ടപ്പേന്ന് അടി കൊടുക്കുന്നുണ്ട്. ഇവന് പഠിക്കാൻ പറ്റണില്ല, ഇവക്ക് പഠിക്കാൻ പറ്റണില്ല. ഇവള് കുറെ പ്രാർത്ഥിച്ചു, കർത്താവെ എന്നെ എന്തേലുമൊക്കെ ഒന്ന് ഒരു റാങ്ക് കേട്ടിത്താ. ഒത്തിരി അധ്വാനിച്ചു, ഉറക്കമൊക്കെ ഇളച്ചിരുന്നൊക്കെ പ്രാർത്ഥിച്ചു, പഠിച്ചു. അവസാനം വലിയ ഒരു ഓണപരീക്ഷയൊക്കെ ആയ സമയത്ത് ഈ 14ാം റാങ്കിൽ നിന്ന് 5ാം റാങ്കിലോട്ട് കയറി. ഉദാഹരണമാണ് ഇത്. എൻ്റെ ജീവിതമായോ നിങ്ങളുടെ ജീവിതമായിട്ടോ ഒരു ബന്ധമില്ല. എങ്ങനെയൊക്കെ കയറി കർത്താവിന്റെ അനുഗ്രഹം കൊണ്ട് 5ാം റാങ്ക്. നല്ലതല്ലേ? ആന്ന് പറയില്ലേ, നിങ്ങളുടെ ഉള്ളിൽ അസൂയ തോന്നുന്നുണ്ട്. ആ കൊച്ചിനോട് ഒരു അസൂയായിരിക്കും അല്ലെ? 14ാം റാങ്കിൽ കിടന്ന് ഈ കുഞ്ഞ് ദൈവാനുഗ്രഹത്താൽ, അവന്റെ അധ്വാനത്താൽ, അവളുടെ അധ്വാനത്താൽ 5ാം റാങ്കിലെത്തി. ക്ലാസ്സിൽ മാർക്ക് ലിസ്റ്റൊക്കെ പബ്ലിഷ് ചെയ്യുന്നു. ക്ലാസ് ടീച്ചർ വന്നിട്ട് എല്ലാവരെയും അഭിനന്ദിക്കുന്നു. പതിവ് പോലെ 1ാം റാങ്കുകാരി അഭിനന്ദിക്കപ്പെടുന്നു, 2ാം റാങ്കുകാരനും 3ാം റാങ്കുകാരിയും അഭിനന്ദിക്കപ്പെടുന്നു. പക്ഷെ ഈ ടീച്ചർ അന്ന് ചെയ്തൊരു കാര്യം, ഈ കുട്ടിയെ പിടിച്ച് അഭിനന്ദിക്കുകയാണ്. 5ാം റാങ്കുകാരന്, 1ാം റാങ്കുകാരനും 2ാം റാങ്കുകാരനും 3ാം റാങ്കുകാരനും ഈ അഭിനന്ദനം കേട്ടിട്ട് തഴമ്പായതാണ്. ഇനി കേൾക്കേണ്ടതില്ല. ശരിക്കും നിങ്ങൾക്കും ചിന്തിക്കുന്നുണ്ടാവും, ദൈവമേ, ഏറ്റവും അപ്രീസിയേഷൻ, ഏറ്റവും നല്ല പ്രോത്സാഹനം കിട്ടേണ്ടത് ഈ 14ാം റാങ്കിൽ നിന്ന് 5ാം റാങ്കിലെത്തിയ കുട്ടിയാണ്.
1, 2, 3 ഒക്കെ സ്ഥിരമാണ് അവർക്ക്. അത് അവരുടെ ഒരു ശീലമാണ് ഈ 1 റാങ്ക് മേടിക്കാന്നുള്ളത്. ഈ 14 കൊച്ച് 5 റാങ്കിലേക്ക് കയറി വന്നു. ആ കൊച്ചിനെ അഭിനന്ദിക്കുന്ന സമയത്ത് 1 റാങ്ക് കിട്ടിയ ഒരാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. എന്നാ സംഭവിക്കുക? ഈ 1 റാങ്കിനെ അനുഗ്രഹമാക്കി മാറ്റാൻ, ഈ 1000-ത്തെ 10,000 ആക്കാനുള്ള നിന്റെ കൃപയുടെ ശക്തി കുറഞ്ഞു പോകും. കാരണം ഇനി നിന്റെ ഭയം മുഴുവൻ ഈ 14 5-ലെത്തിയവൻ ഈ 5-ന്ന് 1-ലെത്തും എന്ന് പേടിച്ച് നിനക്ക് കിട്ടിയ കൃപ മുഴുവൻ നഷ്ടമാക്കി പോകും. അപകടം പിടികിട്ടുന്നുണ്ടോ? ഒരു കുഞ്ഞു കൊച്ചിന്റെ എക്സാമ്പിൾ പറയാണ്. ഇത് നിങ്ങൾ വലിയവരാരും കൂടെ ചിന്തിച്ചേ. നമ്മുടെ കേരളത്തിൽ പലർക്കും കടം വരാനുള്ള കാരണം വീട് പണിയാണ്. വീട് പണിയാണ് ഒരു പണിയായിട്ട് മാറുന്നത്. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഇന്ന് കിടക്കുന്ന ആ വീടിനെ കുറിച്ച് ഓർക്കുക. അത്രയും വലിയൊരു വീട് ആവശ്യമായിരുന്നു. നല്ല വീട്ടിൽ കിടക്കണം കേട്ടോ. ഞാൻ കിടക്കുന്ന ഒരു 2 നില വീട്ടിലാണ്. ഞങ്ങൾ അച്ഛന്മാരെല്ലാവരും കൂടെ അവിടെയുണ്ട്. എപ്പോഴും അച്ഛന്മാർ വരും, ആൾക്കാർ പ്രാർത്ഥിക്കാൻ വരും, അച്ഛന്മാർ പ്രൈവറ്റ്ലി ധ്യാനത്തിനൊക്കെ വരും. ആ വീട് ആവശ്യമാണ്. പേഴ്സണൽ എടുക്കുക. നിങ്ങൾ വ്യക്തിപരമായിട്ട് ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. നിങ്ങളുടെ അധ്വാനം കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയെടുത്തൊരു വീടാണ്. പക്ഷെ ആ വീട് പണിയാനുള്ള മാനദണ്ഡം, അതിന് പിന്നിൽ ഉണ്ടായിരുന്ന ചേതോ വികാരം ശരിക്കും ഇങ്ങനെ ഒരു വീട്ടിൽ താമസിക്കണം എന്നുള്ളതായിരുന്നോ, അതോ അപ്പുറത്തെ വീട് അത്രയും വലുതായി അതിന്റെ മുകളിൽ വെക്കണം എന്നുള്ള ചിന്തയായിരുന്നോ? ഞാൻ വിധിക്കുന്നില്ല, നിങ്ങളും വിധിക്കരുത്. പേഴ്സണലി എടുത്തേക്കുക. പല കടങ്ങൾക്കും കടം മാറ്റാൻ വേണ്ടി ലോൺ എടുത്തതും, ആ ലോൺ മാറ്റാൻ വേണ്ടി അടുത്ത കടമെടുത്തതും, അങ്ങനെ കടം പെരുകിയതിൻ്റെയൊക്കെ വലിയൊരു കാരണം എന്നിൽ ഈശോ തന്ന കൃപയെ നോക്കാതെ അപ്പുറത്തെ ഒരാൾ വളരുന്നത് കണ്ട് ഇഷ്ടക്കേട്, അസൂയ തോന്നി പല മണ്ടത്തരങ്ങളും നമ്മൾ കാണിച്ചു കൂട്ടിയിട്ടുണ്ട്. നമ്മുടെ 1000 10,000 ആകുന്നതിന് പകരം നമ്മുടെ 1000 100-ലോട്ട് താന്നുപോയ ജീവിതങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങളുടെ മുന്തിരിത്തോട്ടം നശിപ്പിക്കുന്ന ചെറു കുറുക്കന്മാരെ സൂക്ഷിച്ചോളൂ. ഒരാളോടെങ്കിലും അസൂയ തോന്നിയാൽ അതിൻ്റെ ആദ്യത്തെ ആരംഭം അയാൾക്കുണ്ടായൊരു നല്ല കാര്യത്തിൽ എനിക്ക് ഇഷ്ടക്കേട് തോന്നുന്നു. അയാളെക്കുറിച്ച് നല്ലത് കേൾക്കുമ്പോൾ, അയാളെക്കുറിച്ച് മറ്റുള്ളവർ നല്ലത് പറയുന്ന സമയത്ത് ഇഷ്ടക്കേട് തോന്നും. മരിച്ചടക്കം നടക്കുകയാണ്. വീട്ടിലെ പ്രസംഗത്തിന് വികാരിയച്ഛൻ മരിച്ചടക്കുന്ന ആളെക്കുറിച്ച് ഭയങ്കരമായിട്ട് പറയാണ്. ഇങ്ങനൊരു ചേച്ചിയെ ഇനി ഇടവകയ്ക്ക് കിട്ടുമോ? ഇങ്ങനൊരു ചേച്ചി ഇനി ഉണ്ടാകുമോ? എത്രയോ നന്മകൾ ചെയ്ത്, നന്നായിട്ട് പാട്ടൊക്കെ പാടി, പ്രാർത്ഥനകളൊക്കെ ലീഡ് ചെയ്ത്, എത്രയോ പേർക്ക് നന്മകൾ ചെയ്ത് മിടുക്കിയായിട്ട് ജീവിച്ച ഒരു ചേച്ചിയാണ്. ചേച്ചിയുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അന്ന് വൈകുന്നേരം അയൽപ്പക്കത്ത് ചേച്ചി പോയി ആത്മഹത്യ ചെയ്തു, അസൂയ കാരണം. അങ്ങനത്തെ മണ്ടന്മാരും മണ്ടിമാരും നമ്മുടെ ഇടയിലില്ല. എന്തിന്? അവളെക്കുറിച്ച് അത്രയും പറയേണ്ട കാര്യമൊന്നുമില്ല. എന്നാ മരിച്ചു കളയാം. എന്നിട്ട് കേൾക്കൂ, ഇത് ഞാൻ ഉണ്ടാക്കിയ കഥ കേട്ടോ, നിങ്ങൾ ചിരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ദൈവമേ, എൻ്റെ ഉള്ളിലുള്ള അഹങ്കാരമൊക്കെ പോയി കിട്ടുന്നു. ഞാനാണ് എൻ്റെ വിചാരം, ഞാൻ ഭയങ്കര കഥ പറച്ചിലുകാരനാന്നൊക്കെ ഉള്ളൊരു വിചാരമാണ്. ഇത് ആൾക്കാർ തലയെ അനങ്ങുന്നില്ല, വായു അനങ്ങുന്നില്ല, ഒന്നും അനങ്ങുന്നില്ല. എന്തായാലും വായിക്കോട്ടെ, വിടുന്നില്ല, അത്രയും ഉപകാരം. പറഞ്ഞേ ഹല്ലേലൂയ. ശ്രദ്ധിക്ക്, അപകടമാണ്. അത് കുഞ്ഞു സ്കൂളിൽ പഠിക്കുന്ന ഒരു കൊച്ചിനും വലുതായ ഒരു വ്യക്തിക്കും ഒക്കെ ഒരുപോലെ ബാധിക്കാൻ സാധ്യത. എല്ലാ പാപങ്ങളും നമ്മളെല്ലാവരെയും ബാധിക്കാൻ പോകുന്നില്ല. എല്ലാ പ്രലോഭനങ്ങളും നമ്മളെ വന്ന് പിടിച്ചു കുലുക്കി നമ്മളെ താഴേക്ക് ഇടാൻ പോകുന്നില്ല. പക്ഷേ ഈ സാധനം, ഈ ചെറുകുറുക്കന്മാര് ഏത് പ്രായത്തിലുള്ളവരെയും, ഏത് സ്റ്റാറ്റസ്, ഏത് ജീവിതാംശമുള്ളവരെയും ബാധിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് നിങ്ങളുടെ മുന്തിരിത്തോട്ടം നശിപ്പിക്കുന്ന ചെറുകുറുക്കന്മാരെ സൂക്ഷിക്കുക. പറഞ്ഞേ ഹല്ലേലൂയ. വലതുലോടത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ആ വചനഭാഗം ഒന്ന് ശ്രദ്ധിക്കുക. വിശുദ്ധനൊന്ന് തുറന്നു വെച്ചുകൊണ്ട് തന്നെ ആ ബൈബിൾ ഭാഗം ശ്രദ്ധിച്ചേ. ഇത് സാവൂളിന് ഇഷ്ടപ്പെട്ടില്ല. ആദ്യത്തെ അപകടം, മറ്റൊരാളുടെ നന്മയിൽ എനിക്ക് ഇഷ്ടക്കേട് തോന്നുന്നു. അടുത്ത വാക്യം ശ്രദ്ധിക്കണം, 8-ാമത്തെ വാക്യം. കോപാകുലനായി അവൻ പറഞ്ഞു. അപ്പൊ ആദ്യത്തത് ഇഷ്ടക്കേടാണ്. മക്കളെ ശ്രദ്ധിച്ചിരിക്കണേ, ആദ്യത്തത് ഇഷ്ടക്കേടാണ്. ആ ഇഷ്ടക്കേട് പതുക്കെ ഗ്രേഡ് കൂറി എന്തായിട്ട് മാറും? കോപമായിട്ട് മാറും. അയാളെക്കുറിച്ച് നല്ലത് പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് ആദ്യം ഇഷ്ടക്കേടാ തോന്നി. പക്ഷെ പതുക്കെ ഈ 5-ാം റാങ്കുകാരൻ 4-ാം റാങ്കിലേക്ക് കയറുന്നു, 4-ാം റാങ്കുകാരി 3-ാം റാങ്കിലേക്ക് കയറുന്നു. അവനെക്കുറിച്ച്, അവളെക്കുറിച്ച് നല്ലത് കേൾക്കുന്തോറും ആദ്യം എനിക്ക് ഇഷ്ടക്കേടായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്കത് ദേഷ്യമായിട്ട് മാറുകയാണ്. അയാളെക്കുറിച്ച് കേൾക്കുന്നത്, അയാളെക്കുറിച്ച് കാണുന്നത്, അയാളെക്കുറിച്ച് മറ്റുള്ളവർ നല്ലത് പറയുമ്പോഴൊക്കെ എൻ്റെ ഉള്ളിൽ വല്ലാത്ത ദേഷ്യം വരുന്നു. അപകടം അടുത്ത ലെവലിലോട്ട് കയറുകയാണ്. നിങ്ങളുടെ 1000-ത്തെ 100-ലേക്കല്ല 0-ലേക്ക് ഇട്ടാൻ പറ്റുന്ന രീതിയിൽ അപകടം പിടിച്ച ചെറുകുറുക്കൻ വാ പിളർന്ന് നിങ്ങളെ വിഴുങ്ങാൻ നിൽക്കുകയാണ്. ആദ്യമേ ശ്രദ്ധിച്ചോണം. ആരെക്കുറിച്ചെങ്കിലും നന്മ കേൾക്കുമ്പോൾ കർത്താവിന് മഹത്വം കൊടുക്കുക, അവരെ അഭിനന്ദിക്കുക. അങ്ങനെ അഭിനന്ദിച്ചില്ലെങ്കിൽ തന്നെ ഉറപ്പാണ് നിനക്കിത് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇത് വളരെ കെയർഫുൾ ആയിട്ട് ശ്രദ്ധിക്കണം. നിങ്ങളുടെ അടുത്ത്, നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാൾക്ക് ഒരു നല്ല കാര്യം സംഭവിച്ചു. ആ നല്ല കാര്യത്തെ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ, നിങ്ങൾ അതിനെ അഭിനന്ദിക്കുന്നില്ലെങ്കിൽ, ഈ അപകടം ഉള്ളിൽ കിടപ്പുണ്ട്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല.
പറഞ്ഞേ ഹല്ലേലൂയ. ഈ വർഷം നിങ്ങളുടെ ഇടവകയിൽ, നിങ്ങളുടെ കൂട്ടായ്മകളിലൊക്കെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ 10ാം ക്ലാസ് +2 പിള്ളേരൊക്കെ ഈ നല്ല മാർക്കൊക്കെ മേടിച്ച് വരുമ്പോഴത്തേനും എൻ്റെ കൊച്ചിന് കിട്ടിയില്ലോ, എൻ്റെ കൊച്ചിന് ഒരു A+ കുറഞ്ഞല്ലോ, നോ, ആ കൊച്ചിന് കിട്ടിയതിന് നിങ്ങൾ അഭിനന്ദിക്കണം. അഭിനന്ദിച്ചില്ലെങ്കിൽ ഉറപ്പാണ് നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ അസൂയ മുള പൊട്ടിക്കഴിഞ്ഞു.